ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയ മഹാഗണിത്തോട്ടത്തിലേക്കാണ് പോകുന്നത്. ഈ സ്ഥലം മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടാകും. അവിടുത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. സ്ഥലത്തിന്റെ പേര് വരുന്നത് മുളങ്കുഴി മഹാഗണിത്തോട്ടം എന്നാണ്. നമ്മൾ ലൊക്കേഷനിൽ മഹാഗണിത്തോട്ടം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇല്ലിത്തോടെന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. നമ്മൾ മഹാഗണിത്തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടിക്കാണ് വരുന്നതെങ്കിൽ ആ ചെക്ക് പോസ്റ്റ് തുറക്കണമെങ്കിൽ നമ്മൾ പാസ് എടുത്തിരിക്കണം. ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് തന്നെ കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ആളനുസരിച്ച് പാസ് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ പാർക്ക് ചെയ്യുന്നതിന് എക്സ്ട്രാ ചാർജ് ഉണ്ട്, അതെടുക്കണം. പിന്നെ നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനും എക്സ്ട്രാ ചാർജ് ഉണ്ട്, അതും എടുത്തിരിക്കണം. 50 രൂപയാണ് പാസിന് വരുന്നത്. കുട്ടികൾക്ക് 30 രൂപയാണ്. അതുപോലെ തന്നെ വില നിലവാരം എഴുതിയിട്ടുള്ള ഒരു ബോർഡ് അവിടെ ഉണ്ടാകും. കൗണ്ടറിന്റെ കൂടെ തന്നെ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പം നമുക്ക് വെള്ളമോ ഐസ്ക്രീമോ എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. പാസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാൽ അത് കളയരുത്. ഇടയ്ക്ക് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഫോറസ്റ്റിലെ ആൾക്കാർ ഇരിപ്പുണ്ടാവും, അപ്പോൾ അവർ ചെക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ മഹാഗണിത്തോട്ടത്തിൽ എത്തി. കുറച്ചുള്ളിലേക്ക് നടക്കാനുണ്ട്. നമ്മൾ വന്നിരുന്നത് വെക്കേഷൻ ടൈമിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. തിരക്കുണ്ടെങ്കിൽ തന്നെ നല്ല ശാന്തസുന്ദരമായ നല്ല അടിപൊളി പ്ലേസ് ആണ്. ഫാമിലിക്കും കപ്പിൾസിനും ഫ്രണ്ട്സിനൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആണ്. മഹാഗണിത്തോട്ടം എന്ന് പറയുമ്പോൾ ഫുള്ള് മഹാഗണി മാത്രമല്ല, നമ്മൾ വരുന്ന വഴിക്കൊക്കെ പലതരത്തിലുള്ള എല്ലാ മരങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് കുറച്ച് മഹാഗണിത്തോട്ടങ്ങൾ ഉള്ളത്. നമ്മൾ വരുന്ന വഴിക്ക് റെഡ് റിബണൊക്കെ കെട്ടി ആ ഭാഗത്തോട്ടൊന്നും പോകാതിരിക്കുക. നമുക്ക് ഒരുക്കിയേക്കണ ആ ഒരു വഴി കൂടി മാത്രം വരിക. വന്യമൃഗങ്ങളും അതുപോലെ തന്നെ ആനയൊക്കെ ഇറങ്ങുന്നതാണ് ഇവിടെ. നമുക്ക് കാടിനുള്ളിൽ കൂടി നടക്കാനായിട്ട് നല്ല വൃത്തിയായിട്ടുള്ള വഴിയുണ്ട്. അതിന്റെ ഭംഗി കൂട്ടാനും അതുപോലെ തന്നെ മഴക്കാലത്ത് നടക്കാനായിട്ട് അപ്പോൾ ആ വഴിയിൽ കൂടി ചെറിയ നിരപ്പായിട്ടുള്ള പാറകളൊക്കെ വിരിച്ചിട്ടുള്ള നല്ല അടിപൊളി വഴിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നു കഴിയുമ്പോൾ തന്നെ മഹാഗണിത്തോട്ടം എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുലിമുരുകൻ, ബാഹുബലി അങ്ങനെ ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നെത്തിക്കഴിയുമ്പോൾ അവിടെ വിശ്രമിക്കാനായിട്ടുള്ള സ്ഥലവും അതുപോലെ തന്നെ കുറച്ച് ഊഞ്ഞാലയൊക്കെ ആയിട്ട് ഉള്ള സ്ഥലം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കുകളൊക്കെ ഇടാനായിട്ടുള്ളൊരു ബാസ്ക്കറ്റൊക്കെ ഉണ്ടാവും. ആ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ആ ബാസ്ക്കറ്റിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. അവിടെ നിന്ന് താഴേക്ക് നടക്കുമ്പോൾ ഈ ഒരു പുഴ കാണാനായിട്ട് പറ്റും. നമ്മുടെ പെരിയാർ ഒഴുകുന്നത് ഇതിൽ കൂടെയാണ്. അതുപോലെ തന്നെ ഇവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റിബൺ അതുപോലെ തന്നെ ഒരു കയറൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഭാഗത്തിന് അപ്പുറത്തേക്ക് പോകരുത്, കാരണം അപകട മേഖല ഉള്ള സ്ഥലങ്ങളിലാണ് അങ്ങനെ കെട്ടിയേക്കുന്നത്. നമുക്ക് കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയേക്കുന്ന അവിടെ മാത്രം കുളിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒരുപാട് കുരങ്ങന്മാരെയൊക്കെ കാണാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ അതിനപ്പുറത്തൊക്കെ ആനകളൊക്കെ ഇറങ്ങാറുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവിടെ 5 മണി വരെ ഉള്ളു. 5 മണിക്ക് ശേഷം ഇവിടെ അടയ്ക്കുന്നതാണ്. അപ്പോൾ ട്രിപ്പൊക്കെ പോകാനായിട്ടിരിക്കുന്നവർക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.